വർഷം ഉംറയ്ക്കെത്തുന്നവർ ജൂൺ 6-ന് മുമ്പ് സൗദിയിൽ നിന്ന് മടങ്ങിയാൽ മതിയെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ഉംറ വിസയിൽ രേഖപ്പെടുത്തിയ തീയതി പ്രകാരമാണ് തീർത്ഥാടകർ സൗദിയിൽ നിന്ന് മടങ്ങേണ്ടത്. ദുൽഖഅദ് 15-നുള്ളിൽ എല്ലാ ഉംറ തീർത്ഥാടകരും സൗദിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. 2 തവണയായി മന്ത്രാലയം നൽകിയ വിവരങ്ങളാണ് ഉംറ വിസയിലെ അവ്യക്തതകൾക്ക് കാരണമായത്. സൗദിയിൽ ഉംറയ്ക്കെത്തിയവർക്ക് മടങ്ങാനുള്ള അവസാന തീയതി ജൂൺ 6 അഥവാ ദുൽഖഅദ് 29 ആയിരുന്നു. എന്നാൽ ഇന്നലെ മന്ത്രാലയം നൽകിയ വിവരങ്ങളാണ് സംശയങ്ങൾക്ക് കാരണമായത്. ഇന്ന് മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോമിൽ നൽകിയ വിശദീകരണം വിഷയത്തിലെ സംശയങ്ങൾ നീക്കി. 90 ദിവസമാണ് ഉംറ വിസകളുടെ കാലാവധി. എന്നാൽ ഹജ്ജ് അടുക്കുന്ന സാഹചര്യത്തിൽ കാലാവധിയുണ്ടെങ്കിലും ദുൽഖഅദ് 29 വരെ മാത്രമേ സൗദിയിൽ തങ്ങാൻ അനുമതിയുള്ളൂ. ഹജ്ജിനായി തീർത്ഥാടകർ എത്തുന്ന സാഹചര്യത്തിലാണിത്. ഇതനുസരിച്ച് ഈ വർഷം ഉംറക്കെത്തുന്നവർക്ക് വിസ കാലാവധിയുണ്ടെങ്കിൽ പരമാവധി ജൂൺ 6 അഥവാ ദുൽഖഅദ് 29 വരെ സൗദിയിൽ തങ്ങാം. ഇക്കാര്യം മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ പ്രവാസികൾക്കുണ്ടായ ആശങ്കയും നീങ്ങി. ഇതുവരെ ദുൽഖഅദ് 29-ന് മുമ്പ് ഏത് സമയം വരെയും ഉംറക്കാർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാമായിരുന്നു. ഇതിലും ഇന്നലത്തെ വിശദീകരണ പ്രകാരം മാറ്റം വന്നു. എല്ലാ വർഷവും ദുൽഖഅദ് 14 വരെ മാത്രമേ ഉംറ വിസയിൽ സൗദിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അതായത് ഉംറ കാലാവധി അവസാനിക്കുന്നതിന്റെ 15 ദിവസം മുന്നേ സൗദിയിലെത്തണം. ഉംറ വിസകളുടെ കാലാവധി 90 ദിവസമാണ്. സാധാരണ രീതി പ്രകാരം സൗദിയിലേക്ക് തീർത്ഥാടകർ പ്രവേശിക്കുന്നത് മുതലാണ് ഇത് കണക്കാക്കുക. എന്നാൽ ഇന്നലത്തെ വിശദീകരണമനുസരിച്ച് വിസ അനുവദിക്കുന്നത് മുതൽ തന്നെ ഉംറ കാലാവധിയായ 90 ദിവസം കണക്കാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തതക്കായി കാത്തിരിക്കുകയാണെന്ന് മക്കയിലെ ഉംറ ഏജൻസികൾ മീഡിയ 1-നോട് പറഞ്ഞു. മീഡിയ 1, ജിദ്ദ.